നാലാമത്തെ വിവാഹത്തിൽ ഉള്ള രണ്ടാമത്തെ മകളായ മറിയം തുടങ്ങനാട്ടിൽ കൈനിക്കുന്നേൽ ആന്റണി വിവാഹം കഴിച്ചു. ഇവർക്ക് 6 മക്കളുണ്ടായി. ഏലിക്കുട്ടി, മാമ്മി, കുഞ്ഞ്, മേരി, ത്രേസ്യ, ഔസേപ്പച്ചൻ. കുഞ്ഞിൻ്റെ 11ാമത്തെ മകനായ തോമസ് 64ാമത്തെ വയസ്സിൽ ഉരാച്ചുണ്ടിൽ വെച്ച് മരിച്ചു. അവിവാഹിതനാണ്. കുഞ്ഞിൻ്റെ 12ാമത്തെ മകനായ ഉലഹന്നൻ പയപ്പാറ്റിൽ കാനാട്ട് ചാക്കോയുടെ മകൾ ഏലിയെ വിവാഹം കഴിച്ചു. മലബാറിൽ കല്ലാനോട്ട് താമസമാക്കി. ഇവർക്ക് 3 മക്കളുണ്ട്. ഉലഹന്നൻ്റെ മരണശേഷം ഏലി പുനർവിവാഹം ചെയ്തു. ഇദ്ദേഹത്തിന് ഏപ്പച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ്, ചാക്കോ, തോമസ് എന്നീ 3 മക്കളുണ്ട്. ഇവരും ഇവരുടെ മക്കളും കല്ലാനോട് എന്ന സ്ഥലത്തും കേരളത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും കർണാടകയിലുമായി താമസിക്കുന്നു. പതിമൂന്നാമത്തെ മകൻ കുഞ്ഞുവർക്കി. ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ കിഴക്കയിൽ മറിയവുമായിട്ടായിരുന്നു. ഈ വിവാഹത്തിൽ ജോസഫ് അല്ലെങ്കിൽ ഔസേപ്പച്ചൻ, കുട്ടപ്പായി അല്ലെങ്കിൽ ആഗസ്തി, പെണ്ണമ്മ അല്ലെങ്കിൽ മോനിക്ക എന്നീ 3 മക്കളുണ്ടായി. ആദ്യ ഭാര്യയുടെ മരണശേഷം കല്ലാനോട് തളികപ്പറമ്പിൽ അന്നമ്മയെ വിവാഹം കഴിച്ചു. ഈ വിവാഹത്തിൽ 5 മക്കളുണ്ടായി. മേരി, കുഞ്ഞുമത്തായി, ജോർജ്, കുഞ്ഞ് എന്നീ മക്കൾ ഉണ്ട്. ഇവരുടെ മക്കൾ കേരളത്തിൽ പല ഭാഗങ്ങളിലായും കർണാടകയിലും അമേരിക്കയിലുമായി താമസിക്കുന്നു. 14ാമത്തെ മകൻ അബ്രാഹം. അബ്രാഹം കണിയാമറ്റത്തിൽ തോമസിൻ്റെ മകൾ അന്നക്കുട്ടിയെ വിവാഹം കഴിച്ചു. നിലമ്പൂരിൽ താമസമാക്കി. ഇവർക്ക് 10 മക്കളുണ്ട്. ലീലാമ്മ, റോസക്കുട്ടി, മേരി, ജോസ്, ഫിലോമിന, ലില്ലി, ഷാജി, ഷേർലി, ജോമോൻ, സ്വപ്നരാജ് എന്നീ മക്കളുണ്ട്. ഇവരുടെ മക്കൾ കേരളത്തിൽ നിലമ്പൂരിലും കേരളത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും അമേരിക്കയിലുമായി താമസിക്കുന്നു. ഇത് ഇളംപ്ലാശ്ശേരി കുടുംബത്തിലെ കാരണവരായ കുഞ്ഞിൻ്റെ കുടുംബ ഫോട്ടോയാണ്. ഏതാണ്ട് 1943 ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ കുഞ്ഞിൻ്റെ മക്കളായ ആഗസ്തി, സ്കറിയ എന്നിവർ ഉൾപ്പെട്ടിട്ടില്ല. അവർ ആ സമയത്ത് ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇതിൽ നിൽക്കുന്നത് കുഞ്ഞിൻ്റെ മകനായ അബ്രാഹത്തിൻ്റെ ഭാര്യ അന്നക്കുട്ടി. രണ്ടാമത്തേത് കുഞ്ഞിൻ്റെ മകനായ കുഞ്ഞുവർക്കിയുടെ ഭാര്യ മറിയം. മൂന്നാമത് നിൽക്കുന്നത് കുഞ്ഞിൻ്റെ മകനായ മത്തായിയുടെ മകൾ കുഞ്ഞുപെണ്ണ്. നാലാമത്തേത് മത്തായിയുടെ മകൻ കുഞ്ഞുമത്തായി. അഞ്ചാമത് മത്തായിയുടെ മകൻ കുഞ്ഞ്. ആറാമത് നിൽക്കുന്നത് കാരണവരായ കുഞ്ഞിൻ്റെ മകനായ അബ്രഹാം. ഏഴാമത്തേത് കുഞ്ഞിൻ്റെ മകനായ കുഞ്ഞുവർക്കി. എട്ടാമത്
കുഞ്ഞിൻ്റെ മകനായ കുഞ്ഞിലോ. 9. കുഞ്ഞിൻ്റെ മകനായ തോമസ്. ഇരിക്കുന്നത് കുഞ്ഞിൻ്റെ 4ാമത്തെ ഭാര്യ ആയ മോനിക്ക. 2. കുഞ്ഞിൻ്റെ 2ാമത്തെ മകനായ കുഞ്ഞൗത. 3. കുഞ്ഞൗതയുടെ ഭാര്യ റോസ. 4. കുഞ്ഞിൻ്റെ മകനായ മത്തായി. 5. ഇരിക്കുന്നത് മത്തായിയുടെ ഭാര്യ മറിയാമ്മ. 6. കുഞ്ഞിൻ്റെ മകനായ ഉതുപ്പ്. 7. ഉതുപ്പിൻ്റെ ഭാര്യ അന്ന. താഴെ ഇരിക്കുന്നവരിൽ ആദ്യത്തേത് മത്തായിയുടെ മകൾ ത്രേസ്യ, മത്തായിയുടെ മകൾ ഏലിക്കുട്ടി, ഏപ്പച്ചൻ, ഓനച്ചൻ, അന്നക്കുട്ടി, മോനിക്ക, ഉതുപ്പിൻ്റെ മകൻ ബേബി, കുട്ടിയച്ചൻ എന്നിവരാണ്. ഇളംപ്ലാശ്ശേരി കുടുംബത്തിൻ്റെ പഴയകാലത്തെ വീട്ടുപേരുകൾ. AD 52 പാലയൂർ ശങ്കരപുരി ഇല്ലം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. AD 59 തോമാസ് ലിയായിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചു. AD 2-ാം നൂറ്റാണ്ടിൽ ഏറ്റുമാനൂരിനടുത്തുള്ള കാളിക്കാവ് എന്ന സ്ഥലത്ത് ശങ്കരപുരി എന്ന വീട്ടുപേരിലാണ് അറിയപ്പെട്ടിരുന്നത്. AD 5-ാം നൂറ്റാണ്ടിൽ കുറവിലങ്ങാട് തെക്കേടത്ത് എന്ന വീട്ടുപേരിൽ അറിയപ്പെട്ടു. AD 900 അരുവിത്തുറ ആലയ്ക്കൽ എന്ന വീട്ടുപേരിലാണ് അറിയപ്പെട്ടിരുന്നത്. AD 11-ാം നൂറ്റാണ്ടിൽ എടാട്ട് വട്ടപ്പറമ്പിൽ എന്ന വീട്ടുപേരാണ് ഉണ്ടായിരുന്നത്. അന്ന് താമസിച്ചിരുന്നത് പാലായ്ക്കടുത്ത് വള്ളിച്ചിറയിലാണ്. AD 1300 രാമപുരത്ത് വെള്ളിലാപ്പള്ളിയിലാണ് താമസിച്ചത്. അവിടെ വീട്ടുപേര് തയ്യിൽ തുണ്ടത്തിൽ എന്നായിരുന്നു. AD 1340 രാമപുരത്ത് ചോലപ്പള്ളിയിൽ താമസമാക്കി. ആ വീട്ടുപേര് സ്വീകരിച്ചു. AD 1740 1750 കൊണ്ടാട്ടിൽ വള്ളിയിൽ എന്ന സ്ഥലത്ത് താമസിച്ച് വള്ളിയിൽ എന്ന വീട്ടുപേര് സ്വീകരിച്ചു. AD 1780 1800 രാമപുരത്ത് മുല്ലൂരിൽ താമസമാക്കി. അങ്ങനെ മുല്ലൂർ എന്ന വീട്ടുപേര് സ്വീകരിച്ചു. AD 1880 1895 കുണിഞ്ഞി എന്ന സ്ഥലത്ത് ഇളംപ്ലാശ്ശേരി പറമ്പ് വാങ്ങി ഇളംപ്ലാശ്ശേരിൽ എന്ന വീട്ടുപേര് സ്വീകരിച്ചു. അതാണ് ഇപ്പോഴുള്ള വീട്ടുപേര്. AD 1300-നും 1700-നും ഇടയ്ക്ക് ധാരാളം കുടുംബങ്ങൾ ചോലപ്പള്ളി തറവാട്ടിൽ നിന്നും പല പല സ്ഥലങ്ങളിൽ പല പല വീട്ടുപേരിലായി താമസിക്കുന്നുണ്ട്. അവരുടെ വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അതിൽ പൂവത്തുംമൂട്ടിൽ കുടുംബത്തിൻ്റെ വിവരങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അവരിൽ തന്നെ ഏകദേശം 49 വീട്ടുപേരുകളിലാണ് അറിയപ്പെടുന്നത്. 1740 ശേഷമുള്ള ചോലപ്പള്ളി കുടുംബക്കാരുടെ വീട്ടുപേരുകൾ ഏതാണ്ട് 120ഓളം വരും. മാഞ്ഞൂർ, പള്ളം, വൈക്കം എന്നീ സ്ഥലങ്ങളിലേക്ക് ചോലപ്പള്ളി കുടുംബക്കാർ മാറി താമസിച്ചിട്ടുണ്ട്. തേവർ പറമ്പിൽ കുടുംബം മാഞ്ഞൂരിലേക്ക് മാറി താമസിച്ചവരിൽ ഉൾപ്പെടും. ദൈവത്തിന് സ്തുതി.